പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ സ്നാക്കും കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീടുകളിലുള്ള മത്തങ്ങ വെച്ച് നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ? ഇവിടെ നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് മത്തങ്ങ തന്നെയാണ് കേട്ടോ. ഈ ഒരു മത്തങ്ങയുടെ ഒരു 1/4 ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ ആവശ്യത്തിന് നമ്മളുടെ ഒരു 4-5 ഏലക്ക മതിയാവും കേട്ടോ. ഞാനിവിടെ കുറച്ച് ഏറെ ഏലക്ക എടുത്തിട്ടുണ്ട്, കാരണം അത് ചെറുതായതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിപ്പൊടി എടുക്കാം. പുട്ടുപൊടിയാണെങ്കിലും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ശർക്കരയാണേ. ശർക്കര ഞാനിവിടെ ഒരു വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ഫുള്ളായിട്ട് വേണം. പിന്നെ ഇത്രയും പാലും കൂടി, തേങ്ങാപ്പാലും കൂടി ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ പാല് ഞാനിവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ചിരണ്ടി എടുക്കാം. അതുപോലെ തന്നെ ശർക്കര നമുക്കൊന്ന് ചീകിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് വിളഞ്ഞു പോകാത്ത തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു വിളഞ്ഞ തേങ്ങേനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ഒരു ഇടത്തരം തേങ്ങ എടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മത്തങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണേ. മത്തങ്ങ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ. ചില മത്തങ്ങ നല്ല നൂറുള്ള മത്തങ്ങ ആയിരിക്കും, അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ വാങ്ങിച്ചത്, എനിക്ക് കിട്ടിയത് അത്രയും നൂറുള്ള മത്തങ്ങ അല്ല. അത് വെട്ടും മുറിക്കുമ്പോൾ നമുക്ക് നല്ല ഹാർഡായിട്ട് തോന്നുന്നത് 100 ഉള്ള മത്തങ്ങയാണെന്ന് പറയും വീട്ടിലൊക്കെ. ഇത് സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. മത്തങ്ങ ഇവിടെ നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേനും നന്നായിട്ട് അതങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലേക്ക് വേവണം. അത്രയും നേരം നമുക്ക് വേവിച്ചെടുക്കണം. ഏലക്ക ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏലക്ക വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏലക്ക പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്താണ് കേട്ടോ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് ഏലക്ക പൊടിച്ച് കിട്ടും. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യമായി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഇങ്ങനെ ഒന്ന് ഒതുക്കി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തേങ്ങ നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാനിതിനകത്ത് ഒന്ന് ഒതുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മത്തങ്ങയും കൂടെ അതിനകത്തേക്ക് ആ ഒരു മിക്സിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും മത്തങ്ങയും നമ്മളുടെ ഏലക്കയും കൂടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഈ ഒരു രീതി മതി കേട്ടോ. ഒത്തിരി അരഞ്ഞു പോകണ്ട. ആ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നമ്മളുടെ പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല രീതിയിലങ്ങ് കുഴച്ചാൽ മതിയാകും. നമ്മൾ കോഴിക്കോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുകയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വാഴയിലയാണെങ്കിലുള്ളത് വാഴയിലയിൽ വെച്ച് നമുക്കിത് ആവി കയറ്റിയെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ജസ്റ്റ് നമ്മൾ ആ ഇഡ്ഡലി വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ബോളായിട്ട് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കുഴച്ച് കഴിയുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയുടെ നിങ്ങൾക്ക് വീടുകളിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഉണ്ടാക്കി നോക്കണം. നമ്മളെടുക്കുന്ന പൊടിയും നമ്മളെടുക്കുന്ന ഒരു മത്തങ്ങയും നല്ലതാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മത്തങ്ങ അടയ്ക്ക്. മോനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു പരുവ് മതിയാകും. എന്നിട്ട് നമുക്ക് വാഴയിലയിലാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. വാഴയിലയിൽ വെച്ച് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ട്രൈ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ യാത്രകളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക്, ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ അടുത്ത് വഴണയില ഉണ്ടെങ്കിൽ, ഇടനയില എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, ഇടനയില ഉണ്ടെങ്കിൽ നമുക്ക് ഇടനയില യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വാഴയില എടുത്തതേ ഉള്ളൂ. ഇടനയില വെച്ചുണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ഒരു 10-20 മിനിറ്റ് നല്ല രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. നല്ല അകവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് വരും നമ്മളുടെ ഈ ഒരു മത്തങ്ങാട. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടിയോ നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.